നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കായണ്ണ കരികണ്ടൻ പാറ റോഡ് നവീകരണം പാതി വഴിയിൽ. ഇളകിയ മെറ്റൽ അപകട ഭീഷണിയിൽ. മഴയ്ക്ക് മുൻപ് ടാറിംഗ് ചെയ്യാത്തതാണ് കാരണം. നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക്. കായണ്ണ കൂരാച്ചുണ്ട് റോഡിൽ നവീകരണ പ്രവൃത്തി ആരംഭിച്ചിട്ട് മാസങ്ങളായെങ്കിലും പണി പൂർത്തീകരിക്കാത്തതിൽ പ്രദേശവാസി പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. മൊട്ടന്തറ മുതൽ കരിങ്കണ്ടൻ പാറ വരെ മെറ്റൽ നിരത്തിയിരുന്നു. 2 മാസമായിട്ടും ടാറിംഗ് ചെയ്യാത്തതു കാരണം നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മെറ്റലിൽ നിന്നും തെന്നിമാറി ഇലക്ട്രിക് പോസ്റ്റ് തകർത്ത് അപകടത്തിൽപ്പെട്ടിരുന്നു. ദിവസവും 100 കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. മഴ വന്നതോടെ മെറ്റൽ ഇളകി കാൽനടയ്ക്ക് പോലും കഴിയാത്ത അവസ്ഥയിലായി മാറിയിരിക്കുകയാണ്. വിദ്യാർത്ഥികളടക്കമുള്ള വഴിയാത്രക്കാരുടെ ശരീരത്തിൽ മെറ്റൽ തെറിച്ച് അപകട സാധ്യതയും കൂടുതലാണ്. ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതലും അപകടപ്പെടുന്നതെന്നും രാത്രികാലങ്ങളിൽ അപകടം സമീപ വീട്ടുകാർക്ക് പോലും ഉറക്കം നഷ്ടപ്പെടുന്നതായും പറഞ്ഞു. റോഡിന്റെ പണി തുടങ്ങിയിട്ട് ഈ കോലത്തിലാണ് ഉള്ളത്. പല അപകടങ്ങളും ഇവിടെയായി. കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ ഒരാൾ വീണ് 2 കാലും പൊട്ടി, പൈപ്പ് ലൈന് മാന്തിയിട്ടിട്ട്. ജനങ്ങളെ യാത്രാ സഞ്ചാരം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ റോഡാക്കിയിട്ടുണ്ട്. ആർക്കും ഉപകാരം? ഈ റോഡിൻ്റെ അവസ്ഥ നോക്ക്, താഴേക്ക് നോക്ക് നിങ്ങൾ. കോണ്ടാക്ടർ മഴ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ആഴ്ച മുമ്പാണ് ഇത് മാന്തിയിട്ട്. അവിടെ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ മഴയുണ്ട്, ഇപ്പോൾ അത് ചെയ്യരുത്. ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ചെയ്തതാണ്. എന്താ ചെയ്യുക? ഉദ്യോഗസ്ഥന്മാർ, എൻജിനീയർമാർ, പഞ്ചായത്ത് ആരും ഇത് മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. ഒരു നാട്ടിലെ ആൾക്കാരെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ടല്ലേ ഇത് ചെയ്തിട്ട് വെക്കുന്നത്. ജനങ്ങൾക്ക് ജീവിക്കണ്ടേ? ഒരു വയസ്സായ സുഖമില്ലാത്ത ആളെ കൊണ്ട് എങ്ങനെ പോകും? ഡ്രെയിനേജ് പണി തീർക്കാത്തത് മലവെള്ളപ്പാച്ചിലിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലവും ഇടിഞ്ഞു തുടങ്ങി. ഉടൻ തന്നെ ഡ്രെയിനേജ് നിർമ്മിച്ച് ടാറിംഗ് നടത്തണമെന്ന് പ്രദേശവാസികൾ. രാത്രി കാലങ്ങളിൽ വണ്ടി വന്ന് വീണിട്ട് രാത്രി ഇങ്ങനെ ഉറക്കത്തിൽ എണീറ്റ് വരികയാണ്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യമില്ലാന്ന്. 2-3 വണ്ടി അടുക്ക വീണ് രാത്രി ഉറക്കത്തിൽ എണീച്ച് വന്ന് എല്ലാവരും നോക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അല്ലാത്ത പക്ഷം പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.